ഹലോ ഹായ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്നുമല്ല, ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഏത് ഫിലിമാണെന്ന് ചോദിച്ചാൽ ഡിമോണ്ടി കോളനി 2. യെസ് ഗൈസ്, അപ്പോൾ ഇത് ഒരു സെക്കൻഡ് പാർട്ട് ഫിലിമിൻ്റെ ട്രെയിലറാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഒരു നല്ലൊരു പടമായ ആണ് ലൈക്ക് ഡിമോണ്ടി കോളനി എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം ഒരു തമിഴ് ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ഹൊറർ ത്രില്ലർ ഫിലിം ആയിരുന്നു. ആ ഒരു 2015 ആ സമയത്ത് എന്തോ ആണ് ഇറങ്ങിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഈക്വലായിട്ടാണ്, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇത് ഇറങ്ങുന്നത്. അപ്പോൾ അതിലെ ഡയറക്ടർ, അതിൻ്റെ പ്രൊഡ്യൂസർ, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ നടന്മാർ അപ്പോൾ ഇതിൽ ആണ് കാണുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഐ മീൻ അതിൻ്റെ ഡയറക്ടർ വന്നിട്ട് അജയ് ജ്ഞാനമുത്തു ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള പോലെ ഇമൈകൾ നൊടികൾ, ഈ ഒരു ഡിമോണ്ടി കോളനി, കോബ്ര, ഇതിൻ്റെയൊക്കെ ഡയറക്ടറാണ് ഈ ഒരു അജയ് ജ്ഞാനമുത്തു എന്ന് പറയുന്നത്. ഒരു ബെസ്റ്റ് ഡയറക്ടർ. കോബ്ര വലിയത് വിജയിച്ചില്ല എന്നുണ്ടെങ്കിലും പക്ഷെ നല്ലൊരു വർക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിയുടെ കണ്ടത്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു എന്നല്ല, ഒരു ഓക്കെ ഫിലിം ആയിരുന്നു. ബട്ട് ഇമൈകളോടികൾ എന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടുമല്ല, എന്നാലും അത്യാവശ്യം ഓക്കെ ഫിലിം ആയിരുന്നു ആ ഒരു കോബ്ര. ആൻഡ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഫസ്റ്റ് പാർട്ടിൽ എന്ന് വെച്ചാൽ ഡിമോണ്ടി കോളനി 1 അഭിനയിച്ച അതേ ആള് തന്നെയാണ് അഭിനയിച്ചത്. അരുൾനിധി എന്ന് പറഞ്ഞ ഒരു ആക്ടറാണ് അതില് അതില് അതിൻ്റെ ലൈക്ക് എല്ലാവരും ഒന്നുമില്ല. ഇതിലിപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ഒരാളും ഉണ്ട്, പ്രിയ ഭവാനി ശങ്കർ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ഉണ്ട്. പിന്നെ വേട്ടയ മുത്തുകുമാർ, സംവൺ ലൈക്ക് വേട്ടയ മുത്തുകുമാർ. അത് വേട്ടയ മുത്തുകുമാർ ആരെന്ന് ചോദിച്ചാൽ നമ്മളെ മഹാൻ ഫിലിം കണ്ടിട്ടുള്ളവർക്ക്, മഹാൻ ഫിലിംസ് ഇല്ലേ, മഹാൻ ഫിലിമിൽ മറ്റൊരു പ്രൈം CM ആയിട്ടൊക്കെ വരത്തില്ലേ, ലൈക്ക് ഇവരുടെ ഫ്രണ്ട്സ്, ഈ 3 ഗ്യാങ്, ബോബി സിംഹ, ഈ ഇടയ്ക്ക് ഇത് വരത്തില്ലേ, ഈ ക്ലാഷ് വരുമ്പോൾ ആ ഒരു ആളില്ലേ, അതാണ് ആ ഒരു മുത്തുകുമാർ. പിന്നെ നമ്മുടെ സരോജ്നോ ഖാലിഡില്ലേ, ആ പുള്ളിയുണ്ട്. നമ്മളെ എന്താ പറയുക, ബിഗ് ബ്രദറിലൊക്കെ മോഹൻലാലിൻ്റെ അനിയനായിട്ട് അഭിനയിക്കത്തില്ലേ, ചേട്ടാ നടിച്ചുകൊണ്ട് കിടക്കുന്ന, എനിക്കൊരു ബിഗ് ബ്രദർ ഉണ്ടെന്ന്, അപ്പോൾ ആ പുള്ളിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഞാൻ പറയുന്നത്. സോ പടം നമുക്ക് ട്രെയിലർ എന്തായാലും കാണാം അല്ലേ? ഓക്കെ, അപ്പോൾ ട്രെയിലർ കാണാം. I can feel his presence. I'm seeing things. I'm very sure அவன் என்கிட்ட ஏதோ சொல்ல வரான். எவ்வளவு முயற்சி பண்ணியும் ஸ்ரீனிக்கிட்ட நம்மால பேச முடியலன்னா வெளியவே வர முடியாத வேறொரு ஆபத்தான உலகத்துல அந்த ஆத்மா மாட்டிக்கிட்டு இருக்கணும். நீ மனசு வச்சா மட்டும்தான் சீனிவாசனை காப்பாற்ற முடியும். சித்தப்பா, இவனுங்கெல்லாம் டூப் சான் சித்தப்பா, நம்ம சொத்த ஆட்டையை போட வந்திருக்காங்க.
ഇതാണ് അതിൻ്റെ ട്രെയിലർ. അപ്പോൾ നിങ്ങളെല്ലാം കണ്ട പോലെ ഇത് ആക്ച്വലി ആരെയും പേടിപ്പിക്കാനോ മറ്റതിനോ എന്ന് ഇറക്കുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഫസ്റ്റ് പാർട്ട് ഈസ് ആൾസോ നോട്ട് ലൈക്ക് ദാറ്റ്. അത് ഒരു ത്രില്ലർ എന്നുള്ളൊരു ഐഡിയയിൽ ഇറക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അങ്ങനെ ആയിരിക്കാം നിങ്ങളും അത് കാണേണ്ടത്. അല്ലാതെ ഹൊറർ പടമാണ്, പേടിക്കാനുണ്ട്. എനിക്കിതിൽ പേടിക്കാനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് എനിക്ക് കുറച്ച് വേർഡായിട്ട് തോന്നിയത് ആ കഴുത്തിൽ ഇതിങ്ങനെ കൈയിട്ട് എന്തോ എടുക്കത്തില്ലേ, ടെസ്റ്റിംഗ് അല്ലേ, എനിക്ക് അത് മാത്രമേ എന്തോ ഒരു പോലെ തോന്നിയിട്ടുള്ളൂ, ഒരു കിരികിരിപ്പ്. ആൻഡ് യാ, സോ പടം ഇസ് എ ഹൊറർ ത്രില്ലർ പടമാണ്. ആൻഡ് ഇറ്റ്സ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അജയ് ആർ ജ്ഞാനമുത്തുവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്റ്റോറി സീക്വൻസ് കാണും. എന്നുവെച്ചാൽ ആ ഒരു എന്താ പറയുക, ഡിമോണ്ടി കോളനി വണ്ണിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ലൈക്ക് അതിൻ്റെ സീക്രട്ട്. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, നമ്മളെ എന്താ പറയുക, ഇപ്പോൾ മനുഷ്യതാഴിൻ്റെ ഒരു ഇറങ്ങിയല്ലോ സെക്കൻഡ് പാർട്ട് അവിടെ. അതേപോലെ ടോട്ടലി ഒരു വൃത്തികേടായിട്ടൊന്നും ആയിരിക്കില്ല അവരെന്തായാലും എടുക്കുന്ന കാര്യം. അത്യാവശ്യം ഒരു നമുക്കൊരു എന്താ പറയുക, ഒരു ധൈര്യത്തോടെ കാണാൻ പറ്റുന്ന ഒരു സംവിധായകനാണെന്ന് തന്നെ ഞാൻ പറയാം. കാര്യം പുള്ളിയുടെ മുന്നത്തെ പടങ്ങളാണ് ആണെങ്കിൽ ലൈക്ക് ഈ ഡിമോണ്ടി കോളനി ആണെങ്കിലും അല്ലെങ്കിൽ ഇമൈഗിളോടികളാണെങ്കിലും കോബ്ര ആണെങ്കിലും അത്യാവശ്യം കണ്ടിരിക്കാം. അല്ലാതെ വെറുതെ എടുത്ത് കളഞ്ഞ ഒരു പടം ഒന്നായിട്ടൊന്നുമല്ല. അതേത് പടമായിരുന്നാലും ആ ഒരു ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ കങ്കണയൊക്കെ എടുത്ത ഒരു എന്തോ ലോറൻസിൻ്റെ കൂടെ, ഞാൻ മറന്നു ആ പേര്. ദാറ്റ് വാസ് എ ഡം ഫിലിം. എനിവേ, യാ, ഇപ്പൊ ഇതാണ് ഡിമോണ്ടി കോളനി 2. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ലൈക്ക് ചെയ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യൂ. ആൻഡ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ, സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.